മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ മെസ്സിയും അർജന്റീനൻ ഫുട്ബോൾ ടീമും ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇത് സംബന്ധിച്ച ഉറപ്പുകൾ ലഭിച്ചതായി അബ്ദുൾ റഹ്മാൻ ന്യൂസ് 18 പറഞ്ഞു. ഇന്ന് സ്പോൺസർ അവർക്ക് ആവശ്യമായ മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ലോക ഫുട്ബോൾ രാജാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കേരളത്തിൻ്റെ അതിഥികളായിട്ടാണ് അവരെത്തുക. അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഗവൺമെൻറ് ബാധ്യതയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളിയുമായി ബന്ധപ്പെട്ട വേദികൾ ഏതാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. 2 വേദികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചതിന് ശേഷം അവരെത്തും. അവരൊരു ഈ അടുത്ത ആഴ്ചയോ അതിന് തൊട്ടടുത്ത ആഴ്ചയോ അവർ കേരളത്തിലെത്തും. ജനറൽ ഫുട്ബോൾ മാനേജ്മെൻറ്റുമായി സംയുക്ത പ്രസ്താവന നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഇതെല്ലാം കളിക്കാരുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു അർജന്റീൻ ടീം മാനേജ്മെന്റ് തന്നെ നമ്മൾ അറിയിക്കും. അതുവരെ നമ്മൾ കാത്തിരിക്കും. ആ 2 വേദികൾ ഏതൊക്കെയാണ് പറയുന്നത്? അതൊന്ന് കൊച്ചിയും തിരുവനന്തപുരമാണല്ലോ നമുക്ക് കളിക്കാൻ പറ്റുന്ന 2 വേദികൾ. യെസ്, ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഫുട്ബോൾ ആരാധകരുടെ ആ പ്രതീക്ഷയ്ക്കൊപ്പം ഇന്നലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയ പ്രസ്താവനയാണ് വീണ്ടും ഈ ചർച്ചകൾക്ക് ഇടം വച്ചിരിക്കുന്നത്. ഒടുവിൽ രാവിലെ മന്ത്രി തന്നെ പറയുന്നു അത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നു. കേരള അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുകളുടെ ഒരു സംയുക്ത പ്രഖ്യാപനം ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അതൊരു എഗ്രിമെൻറ്റിലേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന നവംബറിലോ അല്ലെങ്കിൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ അർജന്റീൻ ടീം ലയണൽ മെസ്സി അടക്കമുള്ളവർ കേരളത്തിലേക്ക് എത്തും എന്നതാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ആ വേദി ഏത്, തിരുവനന്തപുരമാണോ കൊച്ചിയാണോ, അത് സംബന്ധിച്ച വിശദാംശമൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ വിവാദം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത് ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന മന്ത്രിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വരുന്നതിന് പിന്നിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ എന്ന് സംശയിക്കണമെന്നായിരുന്നു യൂത്ത് ലീഗിൻ്റെ ദേശീയ ഓർഗനൈസ് സെക്രട്ടറി ടി പി അഷ്റഫ് അലിയുടെ പ്രതികരണം. കായിക മന്ത്രി കേരളത്തിലെ മൊത്തം ഫുട്ബോൾ പ്രേമികരെ ട്രോളുകയാണോ എന്ന ഒരു സംശയമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകളും ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഒരു സർക്കാരിനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്ന് മറന്നു പോകരുത് എന്നാണ് ഓർമ്മപ്പെടുന്നത്. കാരണം ഒരു വ്യക്തതയില്ലാതെ കേരളം പോലെയുള്ള ഫുട്ബോളിന് ഏറെ ഇഷ്ടപ്പെടുന്ന സന്തോഷ് ട്രോഫിയൊക്കെ നിരവധി തവണ നേടിയിട്ടുള്ള വലിയ കളിക്കാരെ സംഭാവന ചെയ്ത ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും ഇങ്ങനെ നിരന്തരം മാറ്റിപ്പറയുന്ന പ്രസ്താവനകളുമായി വരുന്നത് വളരെയധികം പ്രതിഷേധാർഹമാണ്. മെസ്സിയെ പോലെയുള്ള ലോകോത്തര കളിക്കാർ കേരളത്തിൽ വരുന്നതിന് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് താല്പര്യവുമാണ്. അദ്ദേഹത്തിൻ്റെ കളികൾ കാണാൻ, മെസ്സിയെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അതിനൊരു വ്യക്തതയില്ലാത്ത വിധത്തിൽ തിരഞ്ഞെടുപ്പ് കാലം ആകുന്ന സമയത്തുള്ള ഓരോ പ്രഖ്യാപനങ്ങളായിട്ടാണ്. ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. അതിനുശേഷം വരില്ല എന്ന് ഉള്ള ഒരു അറിയിപ്പ് വന്ന് പിന്നെയാണ് കേരളത്തിലൊരു മാധ്യമ സ്ഥാപനം സ്പോൺസർ ചെയ്തുകൊണ്ട് വരുന്നത് എന്നൊക്കെയുള്ള അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അറിയുന്നത്. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞ ഒരു വരവാണോ മെസ്സിയുടേത് എന്നുള്ളതാണ് കേരളത്തിലെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന പ്രഖ്യാപനം ഈ ഘട്ടത്തിൽ വരുന്നത് സംബന്ധിച്ചൊരു വിവാദമുണ്ടാകുന്നു. പക്ഷേ കായിക പ്രേമികൾ എന്തായാലും എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് കായിക പ്രേമികളുടെ ആ പ്രതീക്ഷ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. CV അനുമോദ് ഫുട്ബോൾ പ്രേമികൾക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് തന്നെ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് നവമി ദിനേശൻ നമുക്കൊപ്പം ചേരും. ആദ്യം അനുമോദ്, എന്താണ് ഈ വാർത്ത കേട്ട നിലമ്പൂരുകാരെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാരുടെ പ്രതികരണം? സജിത്ത്, മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് എപ്പോഴും ആവേശത്തോടെയാണ് ഈ മലപ്പുറത്തുകാർ കേൾക്കുന്നത്. എപ്പോൾ ഈ ഒരു വാർത്ത വന്നാലും വളരെയധികം പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ്, പാലയമാടാണ്, പള്ളിപ്പടിയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണം പുരോഗമിക്കുന്നതിനിടെയാണ് മെസ്സി വരുന്നതിൻ്റെ ഒരു വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇവിടുത്തെ ഫുട്ബോൾ ആസ്വാദകരും ഫുട്ബോൾ പ്രേമികളൊക്കെയാണ് ചേരുന്നത്. എന്താണ് നിങ്ങൾ ഈ ഒരു മെസ്സി വരുന്ന വിവരം അറിഞ്ഞ ആദ്യം നിങ്ങൾക്ക് എന്താണ്? മെസ്സി കേരളത്തിൽ വരണം എന്നില്ല തന്നെയാണ് നമ്മൾ ആഗ്രഹം. പക്ഷേങ്കിൽ ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെയാണ്, ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിലാണ് മെസ്സി വരുന്നതുമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. അത് ജനങ്ങളെ, യുവാക്കളെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ എന്തോ അറിയില്ല. ഇതിപ്പോൾ പുലി വരുന്നേ എന്ന അവസ്ഥയിലാണിപ്പോൾ ഉള്ളത്. മെസ്സി വരണം, തീർച്ചയായിട്ടും വരണം. പക്ഷേങ്കിൽ മെസ്സി വരുന്നതിന് കൂടി ഒരുപാട് കോടികളോടെ
നമുക്ക് ചിലവ് വരുന്നുണ്ട്. ഇവിടെ സ്പോൺസർ എടുക്കുന്നതാണ് മന്ത്രി പറയുന്നത്. സ്പോൺസർ പറയണ്ട, അങ്ങനെ ഇപ്പോൾ പറയണ നീട്ടി വെച്ചിരുന്നല്ലോ. ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചാലാണ് വീണ്ടും മെസ്സി വരുന്നുണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് മുന്നേ 7 വർഷം മുമ്പ് ഇവിടെ ഒരു പ്രളയം നടന്നു. ഇതുവരെ അവിടേക്ക് മുഖ്യമന്ത്രി ഇതുവരെ അവിടെ പങ്കെടുക്കാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് ഇനിയും ഒരുപാട് ഒരു ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ മെസ്സിൻ്റെ നാട്ടിലേക്ക് ഇത്ര കോടികൾ ചെലവഴിച്ച് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം. എങ്ങനെ പ്രഖ്യാപിച്ചാലും വളരെ തീർച്ചയായിട്ടും മെസ്സിയുടെ കേരളത്തിൽ വരണം. അതാണ് നമ്മൾ ആഗ്രഹം. വളർച്ച അതിന് എങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും മെസ്സി കേരളത്തിൽ വരണം. അതാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. ആവേശമാണ്. കുറേ കേൾക്കാൻ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും മെസ്സി വരണം ഞങ്ങൾ എല്ലാവരും ആഗ്രഹം. മെസ്സി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതെ ആഗ്രഹം. ഞാൻ ബ്രസീൽ ഫാനാണ്, പക്ഷേ നമ്മൾ ആഗ്രഹിക്കണം മെസ്സി വരണം എന്നാണ്. അതെ, എല്ലാവരും പറയുന്നത് തെരഞ്ഞെടുപ്പ് കണ്ടുള്ള പ്രഖ്യാപനമാണ്, അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ് മെസ്സി വരുന്നല്ലേ. ഞങ്ങൾ സന്തോഷത്തിലാണ് ഇതിൽ. ഓക്കെ, എന്താ കരുതുന്നത്? മെസ്സി തീർച്ചയായിട്ടും കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. ഇതിപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടില്ല, 1 വർഷം മുമ്പ് പ്രഖ്യാപിച്ചതാണിത്. ഇതിന് കോടികൾ എത്ര ആണെങ്കിലും ഇത് സ്പോൺസർമാർ ഏറ്റെടുത്തിട്ടുണ്ട്. 1 രൂപ നമ്മൾ കേരളത്തിന് ചെലവ് വരുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പിന്നെ എന്താണ് പ്രശ്നം? പ്രളയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞു പ്രളയത്തിന് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ആളുകൾക്കൊക്കെ വീടും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി എന്താണ് ചോദിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് ഈ മെസ്സിയുടെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്, അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനല്ലല്ലോ. ഇതിനു മുമ്പ് ഉള്ളതാണല്ലോ. ഇതിനു മുമ്പ് വ്യാജ പ്രചാരണങ്ങൾ വന്നു, മെസ്സി വരുന്നില്ല, മെസ്സി കൊണ്ടുവരുന്ന ആളുകൾ പോലും അറിഞ്ഞിട്ടില്ല അവിടെ ഇങ്ങോട്ട് വരാൻ തടഞ്ഞിക്കണില്ലേ. മാധ്യമങ്ങൾ വെറുതെ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. എന്തായാലും കേരളത്തിൽ മെസ്സി വരണം. ഈ കൊച്ചു കേരളത്തിൽ മെസ്സി വന്നാൽ നമ്മളെ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുന്ന വളർച്ച, ലോകം മുഴുവൻ കേരളത്തിനെ ഒറ്റുനോക്കും. അപ്പോൾ ഈ കേരളത്തിലുണ്ടാകുന്ന ടൂറിസം വളർച്ച ഇതൊക്കെ നമ്മൾ കാണണ്ടേ? വെറും ഫുട്ബോൾ എന്താ മെസ്സി വന്നിട്ടുള്ള മെച്ചം? കേരള ഫുട്ബോളിനകത്ത് പ്രചോദനങ്ങളുണ്ട്. ജനങ്ങൾ കാണും, കുട്ടികൾക്ക് പ്രചോദനമാകും, കുട്ടികൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ആകർഷിക്കും. ഈ ലഹരി പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ മാറിയുന്നു, ഫുട്ബോളിലേക്ക് ആളുകൾ ആകർഷിച്ചു വരും. അപ്പോൾ ഈ ലഹരി ഫുട്ബോളായി മാറും. അതാണ് നമുക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രസ്താവന ഒരിക്കലല്ലോ. ഇത് 1 വർഷം മുമ്പേ ഉണ്ട്. സ്പോൺസർമാർ ഇവിടെ ഫുള്ള് കിട്ടി. അത് സ്പോൺസർമാരെ കിട്ടിയ സമയത്താണ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ടല്ല ഇത് പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ഒരു സാധനം ഇത് കൂട്ടി ചെയ്തിട്ടില്ല. പിന്നെ ഇതിനു മുമ്പേ ഇദ്ദേഹം വരുന്നില്ല, അല്ലെങ്കിൽ അർജന്റീന ടീം ഇവിടെ കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം, അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തെ അപമാനിതനാക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ എടുത്തിട്ടാണ് രാഷ്ട്രീയപരമായി അദ്ദേഹം നേരിടുന്നത്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയവും ഇതിൽ വെച്ചിട്ടില്ല. മെസ്സിയെ പോലെ ലോകം ആരാധിക്കുന്ന ഒരു ഫുട്ബോളർ ഈ നാട്ടിൽ വരുന്നതുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഫുട്ബോളിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചോദനം, ആവേശമാവും. നമ്മളൊക്കെ ആ ടീം ഇവിടെ എത്താൻ വേണ്ടി കാത്തിരിക്കുക. അർജന്റീന കപ്പടിക്കാൻ മതി 30 വർഷം കാത്തിരുന്നത് പോലെ ഈ ഒരു 2 മാസം ഇനി അർജന്റീനയുടെ ടീമും മെസ്സിയും വരുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ പിന്നെ